എടാ ഈ പട്ടിക്കൂട്ടങ്ങളൊക്കെ ഇവിടെ നിന്ന് അടിച്ചോടിക്കാൻ ആരും ഇല്ലയോടാ? എൻ്റെ പൊന്നച്ഛ, അച്ഛൻ വന്നത് കിടക്കാൻ നോക്ക്. കരണ്ടുമില്ല, കൊടും മഴ. പകലോ കിടന്നുറങ്ങത്തില്ല, രാത്രിയെങ്കിലും ഒന്ന് കിടക്ക്. പട്ടി കുരയ്ക്കുവോ കുരയ്ക്കാതിരിക്കുവോ എന്തു വേണേലും ചെയ്തോട്ടെ. ആ കരണ്ട് വന്നല്ലോ. ഇതാണ് എൻ്റെ അച്ഛൻ. പേര് കല്യാണരാമൻ. സ്വന്തം ചോരയിൽ 2 മക്കൾ അച്ഛനുണ്ടെങ്കിലും അദ്ദേഹം കല്യാണമൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ഒന്നാമൻ ആദ്യ ചിന്ന വീട്ടിൽ സുഭദ്രയിൽ ജനിച്ച രാമഭദ്രൻ. രണ്ടാമൻ വത്സരയിൽ ജനിച്ച ഗോപാലകൃഷ്ണൻ എന്ന സാക്ഷാൽ ഞാനും. കല്യാണം കഴിക്കാതെ പ്രസവിച്ച് കൈക്കുഞ്ഞുമായി കഴിഞ്ഞിരുന്ന സുഭദ്ര കരുണൻ മേശ്വരിയുമായി പ്രേമത്തിലാവുകയും അവർ ഒളിച്ചോടുകയും ചെയ്തു. എൻ്റെ അമ്മ പ്രസവത്തോടെ ചത്തും പോയി. പഴയ ഓർമ്മകൾ മാത്രം അയവിറക്കി അച്ഛനിങ്ങനെ കഴിയാൻ തുടങ്ങിയിട്ട് വർഷം 5ആയി. ആരെയോ ഉള്ളിൽ ശരിക്കും ഭയക്കുന്നുണ്ടെങ്കിലും ആ മുഖത്ത് ഭയത്തിൻ്റെ ഒരു അംശം പോലും കാണാൻ കഴിയില്ല. എന്തെങ്കിലും കുറ്റബോധമാണോ അതോ ചെയ്ത കുറ്റം മറയ്ക്കാനുള്ള ബോധപൂർവമായ അഭിനയമാണോ ഒന്നും അറിയില്ല. ഇത് അവനാ, ആ സുഭദ്രയുടെ ഇളയ സന്തതി, ആ അഹങ്കാരി. നടക്കാൻ പറ്റാത്തത് കൊണ്ട് ഇവൻ്റെ ഒന്നും പൊങ്ങച്ചം കാണണ്ടല്ലോ, അത് തന്നെ മഹാഭാഗ്യം. അച്ചോ, പിച്ചുമ്പേയും പറഞ്ഞ് കഴിഞ്ഞില്ലയോ? വേണ്ട, കരണ്ട് വീണ്ടും പോയേ. എമർജൻസി കത്തിച്ച് വെച്ചിട്ടുണ്ട്, ചവിട്ടിപ്പൊടിച്ച് കളയരുത്. കരണ്ട് പോയാലും ഇടി വെട്ടിയാലും എനിക്ക് മണ്ണെണ്ണുള്ളൊക്കെ തന്നെ ചേരണം. സുഭദ്രയ്ക്ക് 1ഉം 2ഉം അല്ല മക്കള്, 6 മക്കളാണ്. 4 ആണും 2 പെണ്ണും. മൂത്തത് രാമഭദ്രൻ, തൊട്ടു താഴെ ജാനകി, പിന്നെയുള്ളത് വാസന്തി, അതിന് താഴെ വാസുക്കുട്ടൻ, ശങ്കരൻകുട്ടി, ഏറ്റവും ഇളയവൻ സുധാകരൻ. അല്ലയോ? എനിക്കറിയാമല്ലോ. എൻ്റെ ഉടപ്പിറപ്പുകളെ എനിക്കറിയരുതോ? അല്ല പിന്നെ. അമ്മ 2 ആയാലും അച്ഛനൊന്നില്ലയോ? ഇവളെ ഹരിവെച്ച് തുടങ്ങിയതേ ആ ചെറുക്കൻ പട്ടാളത്ത് പോയതിന് ശേഷമാണ്. ആരാ? ഈ രാമഭദ്രൻ. വല്ല അടുക്കള വേലയൊക്കെ ചെയ്ത പണ്ട് ആ പിള്ളേരെയൊക്കെ അവൾ തീറ്റിപ്പോറ്റിയത്. ആ കൽപ്പണിക്കാരൻ കരുണമേശ്വരി ഇല്ലേ, അവൻ ഇവളെ വിളിച്ചിറക്കിക്കൊണ്ട് പോയതാ. അതിനുശേഷം ഇവിടെ വീട്ടുകാരും അവളെ കൈയൊഴിഞ്ഞു. ആയ കാലത്തെ ആ കരുണമേശ്വരി കാണിച്ചതിൻ്റെ പകുതി തൻ്റെ അച്ഛൻ കാണിച്ചായിരുന്നെങ്കിലേ ഞാൻ ഇനി ഇത് വല്ലതും അനുഭവിക്കേണ്ടി വരുമായിരുന്നോ? 961 എൻ്റെ ഓർമ്മ. കൊച്ചു വെളുപ്പാങ്കാലത്തെ വള്ളത്തേല അവളെയും കൊണ്ട് അവൻ ഒളിച്ചോടിയത്. ആ ഒളിച്ചോട്ടം നാട്ടിലുണ്ടാക്കിയ പുകില് ചില്ലറയൊന്നും അല്ല. അതൊരു കാര്യം വാസ്തവമാണ്. നാട്ടുകാർ ചില്ലറക്കാരല്ലാത്തതുകൊണ്ടാണല്ലോ വെളുപ്പാങ്കാലത്ത് സുഭദ്രാമ്മയുടെ വീട്ടിൽ നിന്ന് പിടിച്ചിറക്കി തെങ്ങയെ പിടിച്ച് അച്ഛനെ കിട്ടിയത്. ആഢ്യത്വമുള്ള കുടുംബത്തിലെ പെൺപിള്ളാരെ അന്യമനസ്സം കൊണ്ടുപോയി കഴിഞ്ഞാൽ സഹിക്കാൻ ഒക്കുമോ? അത് പോയിട്ട് എന്തായി? ചില്ലറയാണോ അവൾ അനുഭവിച്ചത്? പുഴൂര പോലെ 6 പെറ്റു. ദീനം വന്നേ കരുണം ചത്തോടുകൂടി ആ കൊച്ചുങ്ങളുടെ എല്ലാം ഭാരം ആ പെണ്ണിൻ്റെ തലയിലായി. കഷ്ടം. ആ പെണ്ണായതുകൊണ്ട് അവനൊക്കെ ഇന്നും ജീവനോടുകൂടി ഇരിക്കുന്നു. തലയായ്ക്കാൻ പോലും ഇടവില്ലാതിരുന്ന ഇവൾക്ക് 2 സെൻറ്റ് സ്ഥലം എൻ്റെ സ്വന്തം പേരിലുള്ളത് ഞാൻ എഴുതി കൊടുത്തവനാണ്. പറച്ചിൽ കേട്ടാൽ തോന്നും 2 സെൻറ്റ് ചുമ്മാതെ അങ്ങ് കൊടുത്തതായിരിക്കുമെന്ന്. എന്നാൽ കാര്യം അതല്ലല്ലോ. കല്യാണം കഴിച്ച് കൂടെ കൂട്ടാതെ സ്വന്തം ചോരയിൽ ജനിപ്പിച്ചതിൻ്റെ പ്രായച്ചിത്തമാണെന്നുള്ള കാര്യം അത് പറയരുത് കേട്ടോ. 1 സെൻറ്റ് വസ്തുവെങ്കിലും എൻ്റെ പെറ്റ തള്ളി എഴുതി കൊടുത്താൽ മതിയായിരുന്നല്ലോ. അനുഭവിച്ചോ? ഇപ്പം നോക്കാനും കാണാനും ആരും ഇല്ലല്ലോ, ഞാനല്ലേ ഉള്ളൂ. ഇതൊക്കെ അനുഭവിക്കണം. ആ വടക്കേലേ അവറാച്ചൻ്റെ മോന ഈ രാമഭദ്രനെ പട്ടാളത്തിൽ കൊണ്ടുപോയി, അതറിയാവോ? അങ്ങേർക്ക് അതിൻ്റെ പുണ്യവും കിട്ടി. അയാളുടെ മക്കളൊക്കെ വലിയ നിലയിലെത്തി. ആ രാമഭദ്രൻ പെണ്ണ് കെട്ടാതെ പോലും ആ ഇളയ കുട്ടികളെയൊക്കെ പഠിപ്പിച്ച് നല്ല നിലയിലെത്തിച്ചു. ഓ, രാമഭദ്രനെ കുറിച്ച് പറയാൻ 1000 നാക്ക. ഇവനെ കൊണ്ടൊരു മുറുക്കാൻ്റെ പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ? എന്തായാലും എന്താ, സുഭദ്രയുടെ കണ്ണടയുന്നതിന് മുമ്പ് 2 അവൻ കെട്ടിച്ചു വിട്ടത്.
ആ കാലം കൂടെ പിടിച്ചുകൊണ്ട് നടക്കുന്ന പൊങ്ങച്ചക്കാരനില്ലേ, അവനെ ആ ഗോപാലപിള്ളിയുടെ മോനാ കൊണ്ടുപോയി രക്ഷപ്പെടുത്തി. അതറിയാവോ? അപ്പം അതൊന്നും ഇതുവരെ അറിഞ്ഞില്ലയോ? ഗോപാലയുള്ള ഇപ്പോൾ അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങളൊക്കെ ആര് കൊണ്ട് കൊടുത്തിട്ടാന്നാ? അതല്ലാവേ ഈ പറയുന്ന പൊങ്ങച്ചക്കാരൻ തന്നെ കൊണ്ട് കൊടുത്തതാ. ആ പൊങ്ങച്ചക്കാരനില്ലേ, അവനെ അറബി നാട്ടിലെ ഏതോ അറബിയുടെ വലിയൊരു കിഴി കിട്ടിയെന്നാണ് നാട്ടുകാരൊക്കെ ഇവിടെ പറയുന്നു. എന്തായാലും എന്താ, ഈ നാട്ടിലുള്ള ആർക്കെങ്കിലും 10 പൈസയുടെ ഉപകാരം അവനെ കൊണ്ടുണ്ടോ? അല്പം ഐശ്വര്യം വന്നാലേ അത്രയ്ക്ക് പിടിക്കത്തില്ലേ കൊട. അവൻ്റെ നടപ്പും മറ്റുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ജനിച്ചപ്പോഴേ സ്വർണ്ണക്കരണ്ടി വായി വെച്ചുകൊണ്ട് വന്നവനാണെന്ന് തോന്നുന്നു. കഴിക്കാൻ മാർഗമൊന്നും ഇല്ലാതെ കൂലി സൈക്കിള് തെക്കോട്ടും വടക്കോട്ടും നടന്നതൊക്കെ ഇവനൊക്കെ അങ്ങ് മറന്നു. മെതിയുടെ ഇട്ട് ഒരു കാലം കുടയും കൈ വെച്ച് ഒരു കയറുവിരി മാലയും കഴുത്തിലിട്ട് 5-6 മോതിരവും അവൻ്റെ കയ്യിലിട്ട് മാളോരെ കാണിക്കാൻ വേണ്ടി അവൻ്റെ ഒരു നടത്തം. അങ്ങേര് ചത്തുപോയിട്ട് കാലം എത്രയായി? ജീവിച്ചിരിക്കുന്നവരെ കുറിച്ച് എന്തു വേണേലും പറഞ്ഞു. ഈ മരിച്ചു പോയവരെങ്കിലും അങ്ങ് വെറുതെ വിട്ടുകൂടെ? മദ്യം കുടിപ്പിച്ച് അബോധാവസ്ഥയിലാക്കി പള്ളയ്ക്ക് കൊടക്കാലി കയറ്റി കൊന്നവനെ പിടിച്ചിട്ട് പോലുമില്ല. കാലം എത്ര കഴിഞ്ഞു, ഇനിയോട്ട് പിടിക്കാനും കഴിയുമെന്നും തോന്നില്ല. ആ പാവൻ ചത്തപ്പോഴേ നാട്ടിൽ കേട്ട എന്താണെന്നറിയാവോ? കല്യാണം പോലും കഴിക്കാതെ അറബി നാട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടുവന്ന കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് തട്ടിയെടുക്കാൻ രാമഭദ്രൻ ആരെയൊക്കെയോ കൊണ്ട് ചെയ്യിച്ചതാണ് എന്നാണ് പറഞ്ഞു കേട്ടത്. പക്ഷെ ആ കേസെല്ലാം തെഞ്ഞു മഞ്ഞുപോയി. എടാ മോനെ, ഇച്ചിരി വെള്ളം ഇഞ്ഞെടുത്തേടാ, ദാഹിക്കുന്നു. വെള്ളവും ഗ്ലാസ്സും എല്ലാം അടുത്ത് കൊണ്ടുവച്ച് തന്നിട്ടല്ലയോ ഞാനൊന്ന് തലചായ്ക്കാൻ ഇപ്പുറത്തോട്ട് വന്നത്. വെള്ളം കുടിച്ചിട്ട് ശകലനേരം വന്ന് കണ്ണടച്ച് കിടക്ക്, ഉറങ്ങിക്കൊള്ളും. അതാ കരണ്ട് വന്നല്ലോ. അച്ചോ, അച്ഛനോട് ഞാനൊരു കാര്യം ചോദിച്ചാൽ അച്ഛനോട് സത്യം പറയുമോ? എന്തിനാണ് അച്ഛാ ആ പാവം സുധാകരനെ അച്ഛൻ കൊന്നത്? ആ ദിവാൻകൂട്ടിൻ്റെ അടി വെള്ളം ഇരിപ്പുണ്ട്, കുടിച്ചിട്ട് പറഞ്ഞാലും മതി. ആഹാ, കൊള്ളാമല്ലോ. വെള്ളം കുടിച്ചിട്ട് ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിച്ച് ദേഷ്യം കാണിക്കുന്നു. വേണ്ട, ഞാൻ ഇനി ഒരിക്കലും ചോദിക്കില്ല, എന്നോട് പറയുകയും വേണ്ട. ആഗ്രഹിച്ചതുപോലെല്ലാം നടത്തിയല്ലോ, അത് മതി. ഞാൻ ഇനി മിണ്ടുന്നില്ല, കിടന്നുറങ്ങിക്കോ.